വിവാഹം ഒരു കരാറാണോ കാരാഗൃഹമാണോ? ഇത് അടിച്ചു പിരിയാനുള്ള കാരണം എന്തായിരുന്നു? രാവിലെ വീട്ടിൽ നിന്ന് പോകും, വൈകിട്ടാകുമ്പോൾ വിളിക്കുന്നു വരില്ല എന്ന് പറയും. 3 ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ വീട്ടിൽ തന്നെ. പലപ്പോഴും നിരപരാധികളായ പല പുരുഷന്മാരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ദാമ്പത്യങ്ങൾക്ക് കെട്ടുറപ്പ് നഷ്ടമാകുന്നത് എപ്പോൾ? എന്റെ കേസിൽ കൃത്യമായൊരു കോടതി വിധിയുണ്ട്. ദ പെറ്റീഷണർ മദർ ഈസ് എ ഡ്രങ്കാർഡ് ലേഡി. വിവാഹം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇന്നത് വേണം, ഞാൻ ഇന്ന കാര്യങ്ങൾ പ്രതീക്ഷിച്ചു, വിവാഹത്തിന് മുന്നേ ഒന്നും പറയുന്നില്ല, പെൺകുട്ടിയെ മാത്രം മതി എന്ന് പറയും. ഡൗറി എന്നൊരു സിസ്റ്റം ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. 2 ശരീരവും ഒരു ഹൃദയവുമാകേണ്ടവർ അകന്നു പോകുന്നത് എന്തുകൊണ്ട്? താലികെട്ട് എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസം പോലെയാണ്. മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഇക്വാളിറ്റിയും പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയാൽ നിയമം പിടിക്കും. ഓക്കെ, ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗം ഞാൻ വെച്ചു തരാം. ഒരൊറ്റ കാര്യം പറയാം. ഒളിച്ചോടാൻ പദ്ധതിയിടുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോയിക്കോളൂ. എന്തിനാണ് അവനെ കിടന്നുറക്കിയിട്ട് അല്ലെങ്കിൽ അവനെന്തെങ്കിലും കലർത്തി കൊടുത്തിട്ട് അവനെ കൊന്നിട്ട് എന്തിന് പോകുന്നു? നിങ്ങൾക്ക് നാണമുണ്ട്? ഇവിടെ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളെ നിങ്ങൾക്കാണ് അനുകൂലം. നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? ഇപ്പം ഞാൻ പേഴ്സണലി വിവാഹം കഴിച്ചിട്ടില്ല. നാളെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണിനൊപ്പമാണ് നിയമവും സർക്കാരും എല്ലാവരും. ഞാൻ അവളെ എന്തെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങും. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഒളിച്ചോടുന്നുണ്ടെങ്കിൽ ആരോടും പറയാതെ പോവണ്ട. ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇവൻ്റെ കൂടെ പൊരുത്തപ്പെടാൻ പറ്റത്തില്ല എന്ന് പോലീസിനോട് പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊള്ളൂ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന ഒരു ഫോട്ടോ ആദ്യം ഞാൻ വെച്ചു തരാം. നോക്കൂ നിങ്ങൾ. അതായത് അഖിലന്നാർഡിക്ക് ആദരാഞ്ജലികൾ. വല്ലാത്ത കഷ്ടം തന്നെയാണ് ഈ പൊന്നുമോൻ. ഞാൻ ഇയാളുടെ ഒരു അവസ്ഥ ഒന്ന് പറയാം. അതായത് കോടാനുകോടി രൂപ ചെലവാക്കിയൊരു സിനിമ ഉണ്ടാക്കി ആ സിനിമ എന്നേക്കുമായിട്ട് ഇല്ലാതായിപ്പോയി. ആ സിനിമ പരാജയപ്പെട്ടു. അതിൻ്റെ വലിയൊരു ടെൻഷനിലിരിക്കുമ്പോഴാണ് ഈ വൃത്തികെട്ട ജന്തുവായിട്ടുള്ള ഈ സ്ത്രീ ഒളിച്ചോടുന്നത്. ഒരു കാര്യം പറയാം, ഈ വൃത്തികെട്ടവളെ ഒളിച്ചോടിയ അഖിലിൻ്റെ വൈഫിനെ ഇഷ്ടമില്ലാത്ത എല്ലാവരും ആ ഒരു പിശാച്ച്, അവൾ അങ്ങനെ തന്നെ വിളിക്കാം, ആ പിശാച്ചിനെ വെറുക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം, അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ നോക്കണം. ഈ കിളവൻ്റെ കൂടെയാണ് പോയത്. 45 വയസ്സോളം ഇവനുണ്ട് എന്നാണ് പറയുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. അതായത് ഒളിച്ചോടി പോകുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതായത് ഇപ്പോൾ ഈ പറയുന്ന അഖിലന്നാർഡിയേക്കാളും കാണാൻ അരകുള്ള ഒരുത്തൻ്റെ കൂടെ പോയാലും ഓക്കെ, അല്ലെങ്കിൽ അഖിലന്നാർഡിയേക്കാൾ വയസ്സ് കുറവ്, ഇത്തിരി പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അനുമാനിക്കാം, ഓക്കെ എന്ന് പറയാം. ഇവിടെ നോക്കൂ, ഒരു 5 പൈസ ഇല്ലാത്ത ചങ്ങായിയാണ്. പൈസ ദൈവമാണ്, പൈസൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. പിന്നീട് കാണാൻ അഖിലിൻ്റെ കാലം, അതായത് രാവും പകലും പോലെ ഉണ്ട് ഈ പ്രദീപ് എന്ന് പറയുന്ന ഈ ചങ്ങായി. ഞാൻ ഇവിടെയും അദ്ദേഹത്തെ ചെറുതാക്കിയതല്ല. ഈ ഒരു കോണ്ടന്റ് ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും പറയേണ്ടി വരുന്നുണ്ട് പൊന്നു പ്രേക്ഷകരെ. ഒരു പക്കാ കിളവൻ്റെ കൂടെ ഇത്രയും നല്ലൊരു പെണ്ണ് പോകണമെങ്കിൽ എന്താണ് നമ്മുടെ കാലത്തിൻ്റെ ഒരു അവസ്ഥ? നിങ്ങൾ നോക്കിയത് കൂടിപ്പോയാൽ ഒരാഴ്ച, ഞാൻ ഒരാഴ്ച ഇത് നിലനിൽക്കത്തുള്ളൂ. എഴുതി വെച്ചോളൂ നിങ്ങൾ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അവിഹിതം വരുന്നത്, എന്താണ് സംഭവം, നമുക്ക് 24-ന്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അങ്ങനെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സാണ്. ഈ സംഭവം ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് എന്നാണ്? ഇത് കേസ് തുടങ്ങുന്നത് 2018-ലാണ്. പക്ഷെ അതിനു മുമ്പ് 2015 ഏത് കോടതിയിലായിരുന്നു? തൃശ്ശൂർ കുടുംബ കോടതിയിലാണ് കേസ് സ്റ്റാർട്ട് ചെയ്തത്. എതിർകക്ഷിയാണ് കേസ് കൊടുത്തത്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മക്കളുടെ ഇത് അടിച്ചു പിരിയാനുള്ള കാരണം എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പരിഗണനയുണ്ട്. ആ പരിഗണന മിസ്യൂസ് ചെയ്തിട്ട്, അതായത് അവരുടെ തോന്നിവാസ ജീവിതം അവർ നയിക്കുക, അവരുടെ ഇഷ്ടത്തിന് അവർ കാര്യങ്ങൾ ചെയ്യുക. രാവിലെ വീട്ടിൽ നിന്ന് പോകും, വൈകിട്ടാകുമ്പോൾ വിളിക്കുന്നു വരില്ല എന്ന് പറയും. 3 ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ വീട്ടിൽ തനിച്ചാ. നമുക്ക് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. അവർ ആരോപിക്കുന്നത് എന്റെ പേരില. കാരണം താങ്കളുടെ പേരിൽ അവർ ആരോപിച്ച കുഴപ്പങ്ങൾ എന്തായിരുന്നു? അഡൽട്ടറി ഉണ്ട്, പിന്നെ ക്രൂവാലിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും. പരസ്ത്രീഗമനം. അതെ, അതാണ് അവർ ആരോപിച്ചത്. പക്ഷെ അവർക്കെതിരെയുള്ള എവിഡൻസ്, ഇത്രയധികം എവിഡൻസ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എല്ലാം കോടതിയിൽ കാണിച്ച് ബോധ്യപ്പെടുത്തി. ഇന്ററിം കസ്റ്റഡി ഓർഡറിൽ കോടതി പറഞ്ഞത്, തൃശ്ശൂർ കുടുംബ കോടതിയിൽ നിന്ന് അവർ ഫയൽ ചെയ്തു. 4-ാം ദിവസം ഓപ്പൺ കോർട്ടിൽ വെച്ച് ഞാൻ എവിഡൻസ് ജഡ്ജിനെ കാണിക്കുക. കാരണം കേസ് തുടങ്ങിയപ്പോൾ ഞാൻ വക്കീലിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, എനിക്കൊരു കണ്ണിന് കാഴ്ചയില്ല, ഒരു ചെവി കേൾക്കില്ല. എന്നിട്ട് ഞാൻ വക്കീലിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. വക്കീൽ ഇതൊന്നും പക്ഷെ കോടതിയിൽ കാണിച്ചില്ല. കേസ് പോസ്റ്റ് ചെയ്തു. ഞാനും മക്കളും താമസിക്കുന്ന എറണാകുളത്താണ്. മക്കൾ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. കേസിൽ എനിക്ക് എത്താൻ പറ്റില്ല. വക്കീലിനോട് പറഞ്ഞിരുന്നു. കസ്റ്റഡി കേസാണ് ആദ്യം വിളിച്ചത്. ഫസ്റ്റ് ഒരു 4 കേസ് ഫയൽ ചെയ്തു. ഡിവോഴ്സ്, അഡൽട്ടറി, പിന്നെ ഇത് കസ്റ്റഡി കേസ്, പിന്നെ ഗോൾഡ് OP, MC.
അതിൽ ഫസ്റ്റ് അവർ GOP വിളിച്ചു. GOP കേസ് വിളിച്ചപ്പോൾ അതിൽ ഞാൻ ഹാജരായില്ല. ഹാജരാവാത്ത അവസ്ഥയിൽ 4 ദിവസത്തേക്ക് കേസ് പോസ്റ്റ് ചെയ്തു. വക്കീലിൻ്റെ കയ്യിൽ എല്ലാ എവിഡൻസ് ഇരിക്കുന്ന വക്കീലൊന്നും കാണിച്ചിട്ടില്ല. 4 ദിവസം ഞാൻ കോടതിയിലെത്താണ്, കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട്. ഞാൻ കോടതിയിലെത്തി, ഞാൻ ഓപ്പൺ കോർട്ടിൽ വെച്ച് ജഡ്ജിനെ ഈ എവിഡൻസ് എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. കയ്യിലുണ്ടായിരുന്നു, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തു. അപ്പോൾ വക്കീൽ എന്ത് പറഞ്ഞു? അല്ല, വക്കീൽ അറിഞ്ഞില്ല ഞാൻ കാണിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ എത്തുന്നു വക്കീൽ അറിഞ്ഞില്ല. അപ്പൊ ഇതിനിടയിൽ തൃശ്ശൂരായിരുന്നു കേസ് നടക്കുന്നത്. തൃശ്ശൂർ തൊട്ടടുത്താണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡി കേസിൽ കോടതിയിൽ ഹാജരാവാത്ത, അതായത് GOP ഗാർഡിയൻ ആൻഡ് വാർഡ്സ് പ്രകാരം ഉള്ള കേസിൽ കോടതിയിൽ ഹാജരാവാത്ത എന്നെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചു ചോദിക്കുക, നീ എന്താ കേസിൽ വരാത്തതെന്ന്. അത് വിളിക്കേണ്ട ആവശ്യം അവർക്കില്ല, എതിർകക്ഷി സ്വാധീനിച്ചിരിക്കുക. അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കോടതിയിലേക്ക് എത്തും. ഞാൻ എത്തുമ്പോൾ ഞാൻ കുട്ടികളെയും കൂട്ടിയാണ് എത്തുക. ഈ കുട്ടികളെയും കൂട്ടി എത്തുമ്പോൾ നേരെ അവർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തും. സസ്പെക്ടിനോട് 24 മണിക്കൂർ അവർക്ക് തടഞ്ഞു വെക്കാനുള്ള അധികാരം പോലീസിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. സസ്പെക്ട് ആണ്. എല്ലാം പഠിച്ചില്ലേ? അല്ല, ഗതികേട് കൊണ്ട് പഠിച്ചതാ. അല്ലെങ്കിൽ LLB എടുക്കണം കേട്ടോ. അതെ, ഇത് മുഷ്താഖ് സാർ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഹൈക്കോടതിയിലെയോ? അതെ. അതെന്താ അദ്ദേഹം പറയാൻ കാര്യം? സാറിന്റെ ബെഞ്ചിൽ ജഡ്ജി തന്നെ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ? OPFC 405/2020 കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണയ്ക്കിടയിൽ. അപ്പൊ ആ സമയത്ത് എനിക്ക് വേണ്ടി ഹാജരായ വക്കീൽ അവിടെ എന്നെ വീണ്ടും പറ്റിച്ചു. ഒരാഴ്ച കുട്ടികളെ കസ്റ്റഡി കൊടുത്തു, ഇന്റർവ്യൂ കസ്റ്റഡി ചലഞ്ച് ചെയ്തപ്പോൾ. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ അതിനെ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് കിട്ടിയപ്പോൾ ഞാൻ തടഞ്ഞു. ആ വക്കീലിനെ മാറ്റി ഞാൻ കോടതിയിൽ പറഞ്ഞ് ഈ തെളിവുകളെല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തി കോടതിയിൽ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, എന്താ പഠിച്ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ 10ാം ക്ലാസ്സാന്ന് പറഞ്ഞു. നോണ പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു മുഷ്താഖ് സാർ. നല്ല സാർ, സത്യമായിട്ട് എൻ്റെ മക്കളാണ് സത്യം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. അതിനുശേഷം പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത് പറയുന്നത് നിങ്ങളൊരു LLB എടുക്കണം, നിങ്ങൾക്ക് ഈ മേഖല നന്നായി ശോഭിക്കാൻ പറ്റുന്ന. അത് സമയം പോയിട്ടില്ല. അപ്പം ഞാൻ താങ്കളുടെ കഥയിലേക്ക് ബാക്കി വരും. അപ്പോൾ അഭിഭാഷക കേട്ടല്ലോ ഈ കാര്യം. അദ്ദേഹത്തിന് അഡ്വക്കേറ്റിൽ നിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്, ചിലപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. ഈ കുടുംബ കോടതികളിൽ കേസ് കണ്ടമാനം പെരുകുന്നു. മാത്രമല്ല കേരളത്തിൽ ഈ ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്, പ്രമേഹ രോഗത്തിന്റെ തലസ്ഥാനം. ഇപ്പൊ ഡൈവോഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു തുടങ്ങിയ ആൾക്കാർ. ഡൈവോഴ്സിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. ന്യൂക്ലിയർ ഫാമിലിയിൽ വളരുന്ന കുട്ടികൾക്ക് നോ എന്ന വാക്ക് അവർ കേൾക്കുന്നില്ല. അവര് ചോദിക്കുന്നതെല്ലാം ലഭിച്ചാണ് അവർ വളർന്നു വരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അധികം അവർ കേൾക്കുന്നത് നോ ആയിരിക്കും. എന്ന കാര്യം ചെയ്യരുത്, നോ കേൾക്കുന്നില്ല. വിവാഹത്തിന് മുമ്പ് അവർ നോ കേൾക്കുന്നില്ല. സാധാരണ പേരൻസ് എല്ലാം അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് ആ ഒരു കൾച്ചറിലായിരിക്കും പിള്ളേർ വളർന്നു വരുന്നത്. വിവാഹത്തിന് ശേഷം വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, അവർ ഓരോ കാര്യങ്ങൾക്കും നിയന്ത്രണം ഭർത്താവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുവായി. പിന്നെ അവർക്കറിയാം ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ അവരുടെ അച്ഛനും അമ്മയും സഫർ ചെയ്ത പോലെ ഒന്നും ഇന്നത്തെ ജനറേഷൻ പിള്ളേർ അതിന് വില്ലിങ് അല്ല. ഇന്ന് പിള്ളേർ എഡ്യൂക്കേറ്റഡ് ആണ്, പിള്ളേർക്ക് ഇൻഡിപെൻഡൻറ്റ് ഇൻകം. മാരേജ് കഴിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു വെക്കാം, അവരാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസത്തിന് ശേഷം അവർക്കൊരു ജോലിയായി ഒരു സ്വന്തം വീടായിട്ടാണ് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കല്യാണത്തെ കുറിച്ചുള്ള ചെറുപ്പക്കാരികളുടെ കല്യാണം കഴിക്കാത്തവരുടെ അഭിപ്രായം എങ്ങനെയാ? എന്താ കല്യാണത്തെ കുറിച്ചുള്ള സങ്കല്പം? അത് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. കല്യാണം കഴിക്കുമോ? കഴിക്കും അല്ലേ? താങ്കളോ? അതെ, കഴിക്കും. എന്ന് കഴിക്കും? എല്ലാം കഴിഞ്ഞ് എന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ജോലി കിട്ടണം, വീട് വെക്കണം, അതിന്റെ EMI അടച്ചു തരണം. അതെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടിയതിന് ശേഷം. എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയാണോ? അപ്പൊ മാഡം പറഞ്ഞത് ശരിയാ. മിക്കവാറും ഇവരിൽ എത്ര പേര് കല്യാണം കഴിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കഴിക്കട്ടെ എന്നാണ് എന്റെ ആശംസ. പിന്നെ ആൺകുട്ടികൾ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവരുടെ അമ്മയായിരിക്കും റോൾ മോഡൽ. രാവിലെ അമ്മ വെളുപ്പാങ്കാലത്ത് അമ്മ എണീക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടികൾ ഞങ്ങളെല്ലാം നോക്കി വളർത്തുന്നു, അച്ഛൻ വിളിക്കുന്നിടത്തെല്ലാം അമ്മ ഓടിയെത്തുന്നു. അമ്മ എപ്പോഴും ബിസി ആയിട്ടൊരു ലൈഫാണ്. അത് ആണ് ആൺകുട്ടി ആഗ്രഹിക്കുന്നത്. അവർ വിവാഹം കഴിച്ച് അവരാഗ്രഹിക്കുന്ന എൻ്റെ ഭാര്യയും ഇതേപോലെ ഓടി നടക്കാൻ അവർ തയ്യാറാവണം. ഞാൻ വരാം. റാഫി, കേരളത്തിലെ കല്യാണം മോചിതരായവരുടെ എണ്ണം വളരെ കൂടിയിരിക്കുക. റാഫി ഇപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. BBC-യിലൊക്കെ വന്നോ? എങ്ങനെ BBC പോയിപ്പെട്ടു? ഞാൻ ചെയ്തിട്ടുള്ള ക്യാമ്പുകൾ കണ്ടിട്ട് അവര് വന്നതാ. ഇപ്പൊ സാറ് പറഞ്ഞ ഡിവോഴ്സ് എന്നുള്ളത് ഒരു മോശമായിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെ പൊതുവെ സമൂഹത്തിന് അങ്ങനെ ഒരു എന്റെ നിലപാട് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് ആരായാലും അതിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് പെട്ടെന്ന് ത്യാഗങ്ങൾ സഹിച്ച് അവിടെ തുടരണോ, പൊളിച്ച് പുറത്തിറങ്ങുക എന്നുള്ളതല്ല. ഇത് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നാളെ ഡിവോഴ്സ് എന്നുള്ള സിറ്റുവേഷൻ അല്ല ഇവിടെ ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ഇപ്പം കോംപ്രമൈസ് എന്നുള്ളതൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ളതാണ്. സ്നേഹത്തോടെയാണ് കോംപ്രമൈസ് എന്നുള്ളത്. മ്യൂച്വൽ റെസ്പെക്റ്റും പിന്നെ ലോയൽറ്റിയും ട്രസ്റ്റും ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ നിങ്ങൾക്ക് എതിർപ്പുള്ളവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പം അങ്ങനെ
കണ്ടിന്യൂ ചെയ്യുന്ന റിലേഷൻഷിപ്പ് അത്ര മനോഹരമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ആളുകൾ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എത്തുന്ന സാധനമൊന്നുമല്ല. ഒരുപാട് ആലോചിച്ച് അവിടേക്ക് എത്തണമെന്ന് വിചാരിച്ച് ആലോചിച്ചെത്തുന്ന സാഹചര്യമാണ്. ആ എത്തിക്കഴിഞ്ഞ് ഈ സമൂഹത്തിൽ എത്തുമ്പോൾ സമൂഹം അത്രയും വലിയ അക്സെപ്റ്റൻസ് അതിന് കൊടുക്കുന്നില്ല. നമ്മളെ വിഷമിപ്പിച്ച കാര്യം ഈ ഡിവോഴ്സുകൾ ഇങ്ങനെ കൂടുന്നു. അതെന്തുകൊണ്ടാണ് സാറിന് വിഷമം? കല്യാണ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരാൾ പറഞ്ഞു ഡിവോഴ്സ് ക്യാപിറ്റലാണ് കേരളം എന്ന് പറഞ്ഞ ഒരു വേഡിങ് അല്ല. അപ്പൊ ഈ ഡിവോഴ്സ് കൂടുന്നു എന്നതിന് വിഷമെന്ന് സാറ് പറഞ്ഞു. അപ്പൊ മോശമായ മാരേജുകളിൽ കിടന്ന് സ്റ്റക്ക് ആവുന്നതിലല്ലേ നമ്മൾ വിഷമിക്കേണ്ടത്? അങ്ങനെയാണോ? താങ്കളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് എന്റെ കാര്യം എന്താ, ഞാൻ മാത്രം എന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ ഹാപ്പി അല്ലാത്തൊരു മാരേജിൽ നിന്നും ഇറങ്ങി വന്ന് ഇപ്പം മാരേജ് ആയിരുന്നോ പ്രണയമായിരുന്നോ? അറേഞ്ച്ഡ് ആൻഡ് ഇഷ്ടമാണെന്ന് അറിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആർക്ക് ഇഷ്ടപ്പെട്ടു? അല്ല, ഇതിനൊക്കെ സൈക്കോളജിക്കൽ റീസൺ ഉണ്ടോ അറിയാൻ വേണ്ടിയാ? ആർക്ക്? രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടാലാണല്ലോ ഒരു കല്യാണം നടക്കുക. കുറെ കാലം പോയോ? ഇല്ല, പ്രണയമല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടു, ഇഷ്ടമാണെന്ന് അറിഞ്ഞ് വീട്ടിൽ സംസാരിച്ചു, കല്യാണം നടന്നു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്ര കാലം നീണ്ടുപോയി കല്യാണം? ഒരു 9 വർഷം നീണ്ടു നിന്ന് 9 കൊല്ലം നിന്ന വിവാഹം. 9 കൊല്ലത്തിനിടെ ശ്വാസം മുട്ടിയോ? ഈ ശ്വാസം മുട്ട എന്നുള്ള സാർ ഇപ്പൊ തന്നെ ചോദിക്കുമ്പം എന്നോട് ഒരാളോട് ചോദിക്കുക, ഇപ്പം ഒരു ഡിവോഴ്സ് ആയി എന്ന് പറയുമ്പം ആരെടുത്തായിരുന്നു തെറ്റ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആളുകൾക്ക് അറിയേണ്ടത് ആരെടുത്തായിരുന്നു തെറ്റെന്ന. ഇതൊരു പൊതുസമൂഹത്തിന്റെ തോട്ടാണ്. എന്തായിരുന്നു പ്രശ്നം? ഈ പ്രശ്നം ആക്ച്വലി വേറൊരാൾ അറിയേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വ്യക്തിപരമായിട്ട് പറയേണ്ടതുണ്ട്. ഏത്? അതായത് ചിലത് പുറത്ത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, വിവാഹമോചനത്തിൽ ഒരുപാട് ആളുകൾ സ്റ്റക്കായി കിടക്കുന്ന വിവാഹത്തിൽ നിൽക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ട്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വുമൺ ഉണ്ട്. വുമൺ മാത്രമല്ല, എല്ലാവരും. ഇവർക്കൊക്കെ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഭയങ്കര പ്രയാസങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുക, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാക്കുക. അതെ. അത് ഓരോ ക്യാമ്പിന് ഓരോരുത്തരാണ് വരിക. ഒരു ക്യാമ്പ് 2 ഡേ ക്യാമ്പ് പോലെ. ഞാനൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാം. അല്ല, ചുമ്മാ അറിയാൻ വേണ്ടി ഇതൊക്കെ. അനൂപ, എന്താ പറ്റിയത്? ഡിവോഴ്സ് ആയോ? ഡിവോഴ്സ് ആയി. ഇന്നലെ പേപ്പർ കിട്ടിയത്. ഡിവോഴ്സ് ചെയ്തുകൊണ്ട് പേപ്പർ കിട്ടി. അതിന്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുക. അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും. എന്തായിരുന്നു സംഭവിച്ചത്? കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ, അത്രേ ഉള്ളൂ. കമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ലെക്കിമെന്റെ കമ്പാറ്റിബിലിറ്റി പോലല്ലോ രണ്ട് മനുഷ്യർ തമ്മിൽ. എന്താ ഉദ്ദേശിച്ചത്? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് എന്താ പറയാ, ഒരു കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ. എന്റെ ചേട്ടാ, അതെന്തുവന്നാ ചോദിച്ചത്? ചേട്ടന്റെ ഭാര്യ കമ്പാറ്റബിൾ ആയില്ലെന്ന് പറയുമ്പോ ഈ സാങ്കേതിക ജ്ഞാനമുള്ള വേറെ അത് അയാൾ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞു. അല്ലല്ല, അയാൾ ഉദ്ദേശിച്ചത് ഈ കമ്പാറ്റബിലിറ്റി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു ഐഡിയ ഉണ്ട്. അല്ലേ, ഒരു ഐഡിയ ഇല്ലേ? ഉണ്ട്. എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഇക്വാലിറ്റി ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണ് ഞാൻ ഒരു വിവാഹത്തിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും ഓരോ ഈഗോ ക്ലാഷ്, നമുക്ക് ഒരുപാട് മെന്റലായിട്ടുള്ള കുറേ പ്രോബ്ലങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി. ചില കാര്യങ്ങൾ ഇപ്പം ഞാനും വേറൊരാളും തമ്മിൽ നല്ല ക്ലോസ് ആണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു കോമ്പാറ്റിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അപ്പുറത്തെ സൈഡ് ഒരു ചേർച്ചയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം, നമ്മൾ രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരായിരുന്നു, ഡീസൻ്റ് ആയിരുന്നു. വേറെ അഡൾട്ടറി അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകും, അങ്ങനെ ബാക്ക് ടു ബാക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ട്. അതിനാണ് ഞാൻ നിരന്തരമായിരുന്നു. അത് വല്ലപ്പോഴും തട്ടിമുട്ടി കിടക്കും എന്നൊക്കെ നമ്മൾ താണ്ടിപ്പുറത്ത് സാറിന് പറയില്ലേ? അങ്ങനെ തട്ടിമുട്ടി കിടക്കായിരുന്നു. അതോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മള് വി ആർ കംപ്ലീറ്റ്. കുഴപ്പം അല്ല, ഞങ്ങള് ഒരു കോ പേരന്റിംഗ് എന്നുള്ള ഒരു സെറ്റപ്പിൽ വന്നു. മ്യൂച്വൽ കൺസെന്റിലാണോ വിവാഹമോചനത്തിന് കൊടുത്തത്? അതെ. ഏറ്റവും അവസാനം എല്ലാവരും മടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ മ്യൂച്വൽ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ്, ഇത് ഇങ്ങനെയൊക്കെ എഴുതി തന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മ്യൂച്വൽ കയറിയെന്ന്. വീട് തലയിലപ്പുറം. ഓക്കെ. താങ്കളുടെ കാര്യത്തിലും ഹേമ അല്ലേ? ഹേമ, എന്താ സംഭവിച്ചത്? എന്റെ ഹസ്ബൻഡിന് വേറെ ബന്ധം ഉണ്ടായിരുന്നു, എന്റെ വീട്ടുകാർ അറിഞ്ഞില്ല. ഓക്കെ. അപ്പൊ ഹേമ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞോ? ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഉടക്കണക്കാണോ? ഓക്കെ. ഏത് കുടുംബ കോടതിയിലാണ് ഇപ്പൊ ഈ പ്രശ്നമുള്ളത്? പുനലൂരാ കൊടുത്തേക്കുന്നത്. പുനലൂർ കുടുംബ കോടതിയിൽ. ചില ആൾക്കാർ പറയല്ലോ, കുറച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിട്ടുവീഴ്ച വേണം എന്നൊക്കെ കുട്ടികളോട് പറയുന്നവരുണ്ടല്ലോ. അപ്പൊ പണ്ടത്തെ കാലത്ത് വിട്ടുവീഴ്ചയില്ല, മനസ്സിലായില്ലേ? ഏത് കാലത്ത്? 73 കാലഘട്ടത്തിൽ അപൂർവം മാത്രം, വളരെ അപൂർവം മാത്രമേ ചെയ്യത്തുള്ളൂ. അമ്മജി, അതിന്റെ രസം എന്താ അറിയോ? രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ച് ഒരു മുറിയിലാകുമ്പോ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ വരും. അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ. ഒന്നോട് പറഞ്ഞോട്ടെ,
നേരത്തെ ഉള്ള മാതാപിതാക്കൾ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടായാലും മക്കളെ കെട്ടിച്ചു വിടും. അവർ കള്ളുകൂടിയനായാലും ഏത് ഇതല്ല അവർ മക്കളോട് പറയും സഹിച്ച് ക്ഷമിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടാന്ന് പറയും. ഇപ്പോഴത്തെ പെമ്പിള്ളേർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് അവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ പഠിച്ച് അവർ വഴിക്ക് പോകും. ആണുങ്ങൾ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ് ഇപ്പം മുഴുവൻ വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതെ. വിട്ടുവീഴ്ച എന്നതിന് ഒരു ബൗണ്ടറി ഇല്ലേ സർ? ഇപ്പൊ പറഞ്ഞു ആണുങ്ങൾ മദ്യപാനം അതായത് അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്ന ഒരു ആരോപണം വന്നു. എന്റെ കേസിൽ കൃത്യമായ ഒരു കോടതി വിധിയുണ്ട്. ദ പെറ്റീഷണർ മദർ ഈസ് എ ഡ്രങ്കാർഡ് ലേഡി. പെറ്റീഷണർ മദർ അതായത് എന്റെ ഭാര്യയായിരുന്ന സ്ത്രീ കൊടുത്ത കേസിൽ അത് കോടതി പറഞ്ഞിരിക്കുകയാണ്. ദ പെറ്റീഷണർ മദർ ഈസ് എ ഡ്രങ്കാർഡ് ലേഡി. ഷീ ഈസ് ലീഡിംഗ് എ വേവാർഡ് ലൈഫ് ഓൾസോ. This type of a mother cannot imbibe good qualities in the children. So I can't given the custody permission to the petitioner mother എന്ന് പറഞ്ഞു വിധി. അത് എന്തുകൊണ്ടാണ്? ജഡ്ജ്മെന്റിന്റെ കയ്യിലിരിക്കുന്നു. സംശയമുള്ളവർക്ക് പരിശോധിക്കാം. ഞാനിത് പറഞ്ഞെന്ന് വെച്ചാല് ആ കാര്യം അങ്ങനെയുമുള്ള ആളുകളുണ്ട്, അങ്ങനെയുമുള്ള സ്ത്രീകളുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും മദ്യപിക്കുന്നു. വിവാഹമോചനം എന്നുള്ളത് ഒരു ഡിബേറ്റിൽ ഇത് ആൺ പെൺ പ്രശ്നമല്ല, ഇത് വിക്റ്റിമായിട്ടുള്ള ഒരാൾ അനുഭവിക്കുന്നത് എന്നതാ. ഇതിൽ പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്, സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്നത് പുരുഷന്മാരാണ്. കാരണം സ്ത്രീകളാണ് ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം നിർഭാഗ്യവശാൽ ഈ വിവാഹമോചന കാര്യങ്ങളിലും ചേട്ടനെ പോലത്തെ കേസുകളും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്നുള്ളതാ. ചേട്ടനെ പോലെയുള്ളവർ അനുഭവിക്കുന്നത്. സോറി ടു ഇന്ററപ്റ്റ്. ഇപ്പം പറഞ്ഞല്ലോ ഇവിടെ ഇന്റർപ്ഷൻ ആണ് മെയിൻ പരിപാടി. ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ റീസെന്റ് ഒരുപാട് ന്യൂസ് പത്രങ്ങളിൽ വന്നിരുന്നല്ലോ, അത് നിങ്ങൾ ആരും വായിക്കുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു ശരിയാ. റീസെന്റ് കേസുകൾ വന്നത് ഒരു കുറേ കേസുകൾ ബസ്സിൽ ഇഷ്യൂ ആണെങ്കിൽ കുറേ കേസുകൾ വരുമ്പം അതിൽ ഒന്ന് വരുമ്പം ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് ഒരുപാട് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചേട്ടാ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അറ്റൻഷൻ അത് വിചാരിച്ച ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ കൂടുതൽ എപ്പോഴും പെണ്ണുങ്ങളല്ലേ? അങ്ങനെയല്ല. നിങ്ങൾ ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞിടയ്ക്ക് ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ സ്ത്രീകളെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടും വരാം. ഓക്കെ, ബൈ.